നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, ഞങ്ങൾക്ക് സംഭാവനകൾ അയയ്ക്കുക, ഞങ്ങൾക്ക് ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുക. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, പ്രോജക്റ്റുകൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ വിലപ്പെട്ട ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റാണ് അംഗനവാടികളുടെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അവരുടെ സേവന വേതന വ്യവസ്ഥകൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ കൊണ്ടുവരിക, അവരുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരുടെയും സഹായത്തോടു കൂടി എന്തൊക്കെയെങ്കിലും നേട്ടം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് സുഭാഷിതം ചാനൽ. അതുകൊണ്ട് ഞങ്ങൾ അംഗനവാടി ഫ്രീഡം ഫോറം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസം പ്രതി ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെ നേരിട്ടും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിത് അവതരിപ്പിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും യൂണിയനുകളിലും സംഘടനകളിലുള്ള ആളുകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ഞങ്ങളോടൊപ്പം ജില്ലകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാനിന്ന് പറയാൻ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു CDPOയുടെ ഇടപെടൽ കൊണ്ട് ഒരു CDPO എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ എന്നാണ്, പ്രോഗ്രാം ഓഫീസറും പ്രോജക്റ്റ് ഓഫീസർ. അതായത് ഈ അംഗനവാടികളുടെ പ്രധാനപ്പെട്ട ഒരു ഓഫീസറാണ്. അപ്പോൾ ആ ഒരു ഓഫീസറുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പ്രദേശത്തുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അത് ആ CDPOയെ കുറ്റം പറയുവാനോ ഒന്നുമല്ല, പക്ഷേ പ്രശ്നം CDPOയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് വളരെ ലളിതമാണ് കാര്യങ്ങൾ. CDPOമാരും സൂപ്പർവൈസർമാരും പുതിയതായാലും പഴയതായാലും അതുപോലെ തന്നെ അംഗനവാടിയിലുള്ള പുതിയ ആളുകളും പഴയ ആളുകളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ കോമൺ വിഷയമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ ദയവായി സകല CDPOമാർക്കും സകല സൂപ്പർവൈസർമാർക്കും അയച്ചു കൊടുക്കണം, ജില്ലാ ഓഫീസർമാർക്കും അയച്ചു കൊടുക്കണം. ഇത് 1975 ഒക്ടോബർ 2-നാണ് കേരളത്തിൽ വേങ്ങരയിൽ ആദ്യത്തെ പ്രോജക്റ്റ് വരുന്നത്. അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് വരുന്നപ്പോൾ അതിൻ്റെ 50-ാം വർഷം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. 50 വർഷം ആകുമ്പോഴെങ്കിലും രാജ്യത്തെ നിയമങ്ങളും കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വേൾഡ് ബാങ്കിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം യൂണിസെഫിൻ്റെ കൂടി സഹായത്താലാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. ഈ പ്രൊജക്റ്റിൻ്റെ പേര് തന്നെ ICDS എന്നാണ്. ICDS എന്ന് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്, സ്കീമാണ്. ICDS ആണ്, സംയോജിത ശിശു വികസന പദ്ധതി എന്നാണ്. അപ്പോൾ എന്താണ് സംയോജിത ശിശു വികസന പദ്ധതി എന്ന് ദയവായി ഓഫീസർമാരും ജീവനക്കാരും ഇതിനകത്ത് വർക്കർമാരും ഹെൽപ്പർമാരും എല്ലാവരും ഒന്ന് പഠിക്കണം. സംയോജിത ശിശു വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്രമായ വികസനം, അമ്മമാരുടെ ഗർഭിണികളുടെ സമഗ്രമായ വികസനം, മുലയൂട്ടുന്ന അമ്മമാരുടെ വികസനം, ഇങ്ങനെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വളരെ സമഗ്രമായ വികസനത്തിൽ ഒരു ഭാഗമാണ് ആ കുട്ടികളെ അംഗനവാടികൾ തുറന്ന് അവിടെ കൊണ്ടുവന്ന് സ്പെഷ്യലായി അവരെ ട്രീറ്റ് ചെയ്ത് അവരെ ഫുഡ് കഴിക്കുന്ന ശീലമുള്ളവരാക്കി മാറ്റി, അവരെ നല്ല സ്വഭാവശീലമുള്ളവരാക്കി മാറ്റി, സോഷ്യൽ മിംഗ്ലിങ് അവരെ പഠിപ്പിച്ച് അത്യാവശ്യം കുഞ്ഞു വിജ്ഞാനമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നല്ല കുട്ടികളായി നല്ല സ്വഭാവമുള്ളവരായി മാറ്റിയെടുക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് അങ്കണവാടി. അങ്കണം പൂന്തോട്ടം എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അങ്കണവാടികൾ. അപ്പോൾ അവിടെ കുട്ടികൾ പറന്ന് നടക്കും, ശലഭങ്ങളെപ്പോലെ, കുട്ടികൾ പൂമ്പാറ്റകളെ പോലെ അവിടെ പാടിപ്പറന്ന് നടക്കട്ടെ. അവരുടെ കഴിവുകളെ കണ്ടെത്തി കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊണ്ട് പാട്ട്, ഡാൻസ് എങ്ങനെ ചെയ്യിക്കണം. അതുപോലെ തന്നെ അവർക്ക് കുഞ്ഞു ആരോഗ്യ പരിപാടികൾ നടത്തണം. പിന്നെ അമ്മമാർക്ക് ആവശ്യമുള്ള ആരോഗ്യ പരിപാടികൾ, ഇങ്ങനെ ഗർഭിണികൾക്ക്, ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു സംയോജിതമായ ശിശു വികസന പരിപാടിയാണ് ഈ ICDS എന്ന് പറയുന്ന സംവിധാനം. പക്ഷേ നിർഭാഗ്യവശാൽ ചിലയിടങ്ങളിലെങ്കിലും CDPOമാരും സൂപ്പർവൈസർമാരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് അങ്കണവാടിയിൽ കുട്ടികളെ കൊണ്ടുവന്ന് പോഷകാഹാരവും കൊടുത്ത് അല്ലെങ്കിൽ ആഹാരവും കൊടുത്ത് അവരെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് വിടുന്ന പരിപാടിയാണ്. അല്ല, സംയോജിതം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരു അംഗനവാടിക്കാർക്കോ വനിതാ ശിശുക്ഷേമ വകുപ്പിനോ മാത്രം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സംയോജിതം എന്ന് പേരിട്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ സഹായം ആവശ്യം വരും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യം വരും. വേണ്ട തോതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യം വരും. അവരെ മെഡിസിൻസ് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരേണ്ടി വരും. മെഡിക്കൽ ക്യാമ്പുകൾ ചിലപ്പോൾ നടത്തേണ്ടി വരും. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ സ്വാധീനം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷൻ പോലുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമുകളുണ്ട്, സാമൂഹ്യ നീതിയുടെ സ്കീമുണ്ട്, സോഷ്യൽ വെൽഫെയർ സ്കീമുകളുണ്ട്. കുട്ടികൾക്ക് പറ്റുന്ന വേറെ ഒരുപാട് കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്കീമുകളുണ്ട്, കുട്ടികളുടെ കായിക വാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതുണ്ട്, കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഭിന്നശേഷികളുള്ള കുട്ടികളാണെങ്കിൽ അവർക്കുള്ള സഹായമുണ്ട്. ഇങ്ങനെ 100 കണക്കിന് വകുപ്പുകളിൽ വ്യത്യസ്തമായ പരിപാടികളുണ്ട്. ഇവയെ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് CDPOമാരുടെയും സൂപ്പർവൈസർമാരുടെയും ചുമതലയെന്ന് അവർ അറിഞ്ഞിരിക്കണം. സംയോജിത പദ്ധതിയാണ്. അല്ലെങ്കിലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റുകളാണ്, സംയുക്ത പ്രോജക്റ്റുകളാണ്. നിങ്ങൾക്ക് പോഷകാഹാരം കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുടുംബശ്രീയെ കൊണ്ടുണ്ടാക്കിക്കാം, അപ്പോൾ അതൊരു സംയുക്ത പ്രോജക്റ്റ് ആകും.
നിങ്ങൾക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തൊഴിലുറപ്പുകാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അവർ ഉൽപ്പാദിപ്പിച്ച് തരില്ല, പക്ഷേ അതിൻ്റെ അവർ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അംഗനവാടിയിൽ വേണമെങ്കിൽ, അംഗനവാടികളിൽ സ്ഥലമുണ്ടെങ്കിൽ, കെട്ടിടത്തിന് സ്ഥലമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്ഥലമുള്ള അംഗനവാടികളിൽ കൃഷിയൊക്കെ ചെയ്യിക്കുന്നതിന് തൊഴിലുറപ്പുകാരുടെ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. പിന്നെ അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ നിങ്ങൾ അവിടെ നടത്താം, ഡോക്ടർമാരെ വിളിച്ച് ക്ലാസ്സുകൾ നടത്തണം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഇതിനിടയിലാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പല ഡിപ്പാർട്ട്മെൻറ്റും അംഗനവാടിയിൽ സൗകര്യമുണ്ടെങ്കിൽ ആ സ്ഥലം ചോദിക്കുന്നത്. അത് 1 മണിക്കൂർ 2 മണിക്കൂറിന് കൊടുത്താൽ അവരുടെ പരിപാടികൾ നടത്തും. അതിലും നമ്മുടെ കുട്ടികളെയും മാതാപിതാക്കളെയൊക്കെ പങ്കെടുപ്പിക്കണം. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ വിളക്കായി, ഒരു ഗ്രാമത്തിൻ്റെ മുഖശ്രീയായി, ആ ഗ്രാമത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ബോധവൽക്കരിക്കുന്ന ഒരു സ്ഥാപനമായി കൂടി ഇതിനെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ അംഗനവാടിക്കാരെ ഏൽപ്പിക്കുന്നത്. പിന്നെ ശമ്പളം, സേവന വേതന വ്യവസ്ഥകൾ കുറവാണെങ്കിലും ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നടന്നിരുന്നു. അതായത് വർക്കേഴ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ഹെൽപ്പേഴ്സിന് ഫുഡ് ഹാൻഡിലിംഗ് സർട്ടിഫിക്കറ്റാണ് വേണമെന്ന് ഹെൽത്തുകാർ പറയുന്നു. ഇത് ഹെൽത്തുകാർ പറയാൻ കാരണം, ഒരു അംഗനവാടിയിൽ, ഞാൻ അംഗനവാടിയുടെ പേര് പറയുന്നില്ല, ഒരു അംഗനവാടിയിൽ CDPOമാരുടെ ഒരു പിടിവാശി കൊണ്ട് അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യം ചെയ്യാൻ 2 മണിക്കൂർ സമയം അനുവദിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുകാർ നോക്കി, ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് CDPOയ്ക്ക് പണിതതാണ്, കിട്ടിയത് ഹെൽപ്പർക്കാണ്. എന്താ ചെയ്ത പണി? അവർ അവിടെ പോയിട്ട് നോക്കി എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന് പണി കൊടുക്കുക നോക്കിയപ്പോൾ ഫുഡ് ഹാൻഡിൽ സർട്ടിഫിക്കറ്റ് ഇല്ല ഹെൽപ്പർമാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു നിയമം കിടപ്പുണ്ട്. കുട്ടികൾക്കും മുതിർന്ന പല ഇതുപോലെ പൊതുസ്ഥാപനങ്ങളിലും പാചകം നടത്തി കൊടുക്കുന്നവർക്കൊരു ഫുഡ് ഹാൻഡിലിംഗ് സർട്ടിഫിക്കറ്റ് വേണം. അത് 1500 രൂപ ചിലവ് വരുന്നതുമാണ്. അതെടുക്കണം ഹെൽപ്പർ. നോക്കണേ, ഈ ഒരു മന്ത്രിയുടെ കീഴിലുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഒന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് വനിതാ ശിശുക്ഷേമ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഈഗോയുടെയും കോംപ്ലക്സിൻ്റെയും പേരിൽ ഹെൽപ്പർക്ക് നഷ്ടപ്പെട്ടത് 1500 രൂപയാണ്. ഇത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 മണിക്കൂർ നേരത്തേക്ക് കൊടുക്കേണ്ട ഒരു ചെറിയ പരിപാടിയുടെ പേരിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്. അങ്കണവാടി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളാണ് വരുന്നത്, കുറച്ച് പേരേ അവിടെ സ്ത്രീകളും വരുന്നുള്ളൂ. അവരുടെ കുത്തിവയ്പ്പ്, അവരുടെ മറ്റ് പരിപാടികൾ, അവരുടെ ആരോഗ്യകാര്യങ്ങൾ, ഇതിനൊക്കെ കൂടി അംഗനവാടിയെ പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ സമാപിപ്പിക്കുന്നു, നിർത്തുന്നു. ഞാൻ പറഞ്ഞ അംഗനവാടി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്, സ്കീമാണ്. ICDS എന്നാണ് അതിൻ്റെ പേര് തന്നെ. അതുകൊണ്ട് ICDS ഓഫീസർമാരായ CDPOമാരും അതുപോലെ തന്നെ സൂപ്പർവൈസർമാരും ലീഡർമാരും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നിങ്ങൾ സംയോജിതമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതാണ്. അതിന് ആവശ്യമായ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാനുള്ളത്, നിങ്ങൾ അതിൻ്റെ പേരിൽ, ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ഒരു നടപടി, ഒരു നിയമം, ഒരു കർശനമായൊരു വർഷങ്ങളായി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽപ്പർക്ക് പെട്ടെന്ന് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണമെന്നൊരു കൊടുത്ത 1500 രൂപ അവരെ നഷ്ടമാകുമ്പോൾ അതും ചെയ്തത് ക്രൂരതയാണ്. ഇത് രണ്ടും വരാതെ നമുക്ക് സംയോജിപ്പിച്ച് മുന്നോട്ട് പോകാം. ആ സംയോജനത്തിൽ ആദ്യം സംയോജിക്കേണ്ടത് ഒരു മന്ത്രിയുടെ കീഴിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. നിങ്ങൾ ആദ്യം ഒരമ്മയുടെ മക്കളാണ്, ഒരു പിതാവിൻ്റെ മക്കളാണ്. നിങ്ങൾ തമ്മിൽ ആദ്യം യോജിപ്പുണ്ടാകട്ടെ. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ പരമാവധി യോജിപ്പിച്ചുകൊണ്ട് പരമാവധി പരിപാടികൾ നടത്തി നമ്മുടെ നാട്ടിൽ 100 പൂക്കൾ കുഞ്ഞുങ്ങളുടെ സർഗാത്മകത പുറത്തു കൊണ്ടുവരണം. 100 പൂക്കൾ വിരിയട്ടെ ഓരോ ഗ്രാമങ്ങളിലും.